ഞണ്ട് കറി പറഞ്ഞാലോ രണ്ടെണ്ണം. ഇയാളങ്ങനെ പലതും പറയും. തൽക്കാലം പുട്ടെടുത്താൽ മതി, ബാക്കി ആവശ്യമുണ്ടെങ്കിൽ പറയാം. പുട്ടെങ്കിൽ പുട്ട്. ഇന്ന് ഉച്ചക്ക് 4 പെൺപിള്ളേർ വന്നു. എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ബിരിയാണി കൊള്ളൂലെന്ന്. ഞാനൊക്കെ ചൂളിപ്പോയില്ലേ. കാര്യം ബിരിയാണി അല്പം അടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് നമ്മുടെ ഷെഫിന്റെ അകത്തേക്ക് ഇട്ടെടുത്ത്. ഏത് ഷാഫിയെ 3 പ്ലേറ്റ് പുട്ടും ബീഫും വേഗം വേഗം എടുത്ത് കൊടുക്കുവനെ. മറ്റേ പെൺകൊച്ചു രക്ഷയില്ല, കിടു. ഇത് കൊറേ നേരം ആയല്ല, അത്രക്കൊന്നും ഇല്ല. ഏത് കൊച്ച്? ഞാനും കൂടെ അറിയണോണ്ട് വിരോധം ഉണ്ടോ സാറിന്? മറൈൻ ഡ്രൈവിൽ വെച്ച് പ്രശ്നം ഉണ്ടായില്ലേ? അവളല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ലേ ആ കൊച്ചി. മറ്റവളെന്ത് അലമ്പ് കൊല്ലഷോ. ഇവള അടിപൊളി കിടുവല്ലടാ. അത്ര കിടുവന്നല്ല എന്റെ അമ്മ അടിപൊളി കൊച്ചി. പിന്നെ ഇവൾക്ക് നമ്മുടെ ശില്പയുടെ നല്ല ചായയില്ലേ? പിന്നെ തേങ്ങയാണ്. ശില്പ ഇവന്റെ പഴയത് മറ്റേ ഒരുമിച്ച് ക്യൂൻ മെരിച്ച് പഠിച്ചില്ലേ? ഡീറ്റെയിലായിട്ട് പിന്നെ പറയാം. എന്തായിരുന്നു അവളുടെ പേര്? പിന്നെ അത് ഞാൻ ഓർത്തിരിക്കാൻ പോണല്ലേ. ഒരു പേര് വിളിച്ചാളടാ. എന്ത്? ജെന്നിഫർ. എന്റെ അമ്മ അതൊരു സിമ്പിൾ പേരായിരുന്നു. പേരെന്തെങ്കിലും ആവട്ടെ, വരുണ നിങ്ങൾ തമ്മിൽ നന്നായി ചേരും. എനിക്കത് അപ്പോഴേ തോന്നിയതാ. ഇതെന്ത് പണ്ടാറോണത്? വഴി കൂടി പോണ പെമ്പിള്ളേർ അടിച്ചേപ്പിക്കണം. അയ്യോ നിനക്ക് എന്താണ്? എന്റെ പൊന്നു വരുണേ, ഇങ്ങനത്തെ കേസിൽ പോയി ഒന്ന് പെടല്ലേ. ഒരു അനുഭവമുള്ളല്ലേ. എന്തനുഭവം? എന്റെ ചേട്ടാ, ഞാൻ വെറുതെ ഒരു വള്ളിക്കേസിൽ പോയി വീണെന്ന് ചേട്ടന് തോന്നണ്ട. മനസ്സിന്നൊരു ഇഷ്ടം വന്നിട്ടാന്ന് ചേട്ടന് മനസ്സിലാവല്ലേ? വരുണേ, ഓരോ അരിമണിയിലും അത് ലഭിക്കേണ്ട ആളുടെ പേരെഴുതി വെച്ചിട്ടുണ്ടെന്നാണ്. ഇവളെ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി നിനക്കുള്ള അരിമണിയാണ്. എന്റെ ചേട്ടാ, എനിക്ക് അരിമണി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ലാന്ന്. ഞാൻ പ്രേമിച്ചിട്ട് നാളെ വേറെ അലവലാദികളായിരിക്കും അപ്പോൾ എന്നെ കെട്ടാൻ പോണത്. അങ്ങനെ നമ്മൾ ഇടിച്ചവനെ കപ്പൽ ചാലിടില്ല. അതല്ലല്ലോ വിഷയം. ഞാൻ പറഞ്ഞ ജീവൻ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ ഇടപെടണേന്ന്. എന്നാലും എന്തായാലും നമ്മളുടെ പേര് വെറോണിക്ക. എന്തൊരു പേര് പറഞ്ഞ പിടിയും കിട്ടല്ല.